സ്വാഭാവികമായും ബൈബിളിന്റെ ഭൂമികയിൽ നിൽക്കുന്ന ഒരു ക്രൈസ്തവ സുഹൃത്തിനും ഖുർആനിന്റെ ഭൂമികയിൽ നിൽക്കുന്ന മുസ്ലിങ്ങളും ഇവർ പരസ്പരം സംവദിക്കുമ്പോൾ പലതരത്തിലുമുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ വാക്യമായി ബൈബിളിൽ കാണാം, മത്തായിയുടെ സുവിശേഷം 5:17, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ് വന്നത്. ഈ വാക്യത്തിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ എടുത്തുകൊണ്ട് മുസ്ലിം പ്രബോധിതർ അവരോട് ചോദിക്കാറുണ്ട്, യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കിയിട്ടില്ല, അഥവാ മോശയിക ന്യായപ്രമാണത്തെ നീക്കിയിട്ടില്ല എന്നാണ് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ക്രൈസ്തവ ദൈവശാസ്ത്രം അംഗീകരിക്കുന്ന ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പ്രബോധകരുടെ ഈ ഒരു അവകാശവാദം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. അവർ പറയുന്നത് ഇപ്രകാരമാണ്, ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഈ രീതിയിലാണ്. അതായത് മോശയിക ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പരമമായ പാപപരിഹാര യാഗം യേശുവിലൂടെ നിവർത്തിക്കും എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് യേശുവിലൂടെ ന്യായപ്രമാണം നിവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് അവസാനിച്ചു എന്നാണ് അർത്ഥം. സ്വാഭാവികമായും ഇവിടെ ആശയക്കുഴപ്പം സംഭവിക്കുക ഒരു സത്യാന്വേഷിയായ ഒരു സാധാരണക്കാരനാണ്. ഒന്ന് ഖുർആനിന്റെ ഭൂമികയാണ്, ഒന്ന് ബൈബിളിന്റെ ഭൂമികയാണ്. ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നോണം ബൈബിളിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് മാത്രം ക്രൈസ്തവ ദൈവശാസ്ത്രത്തെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ബൈബിളിനുള്ളിൽ തന്നെയുള്ള 2 വിഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയും അതിൽ ക്രൈസ്തവർക്ക് തന്നെ ഏറ്റവും അധികം സ്വീകാര്യമായ യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് വിധി കൽപ്പിക്കാനുള്ള ഒരു സുവർണ അവസരം നിങ്ങൾക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ ബൈബിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം 30 വർഷത്തോളം അദ്ദേഹത്തിന്റെ അപ്പോസ്തലന്മാർ നടത്തിയ സുവിശേഷ പ്രവർത്തനം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിലെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളായ അപ്പോസ്തല പ്രവൃത്തി, ഗലാത്യ ലേഖനം എന്ന് പറയുന്ന ഈ 2 ലേഖനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ യേശുവിന്റെ കാലഘട്ട ശേഷമുള്ള സുവിശേഷ പ്രവർത്തനം എന്തായിരുന്നു എന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഒന്ന് രചിച്ചിരിക്കുന്നത് ഈ വിഷയാവതരണത്തിൽ ഏറ്റവും അധികം ആരോപണത്തിന് വിധേയനാകുന്ന പൗലോസ് ലീഹയാണെങ്കിൽ മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തിയാണ്. ഈ 2 തന്നെ നമ്മൾ പരിശോധന വിധേയമാക്കുമ്പോൾ സത്യം വെളിച്ചത്ത് വരുമെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. യേശുക്രിസ്തുവിനോട് ഏറ്റവും അവസാനമായി അപ്പോസ്തലന്മാർ നടത്തിയ സംഭാഷണം നമുക്ക് ഇങ്ങനെ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം, യേശുവിന്റെ ശിഷ്യന്മാർ വന്നിട്ട് യേശുക്രിസ്തുവിനോട് ചോദിച്ചു, കർത്താവേ, നീ ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് ഇക്കാലത്താണോ? യേശുക്രിസ്തു അവരോട് പറഞ്ഞു, പിതാവ് അവന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ചും നിങ്ങൾ അറിയേണ്ടതില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അതിരുകൾ വരെയും എൻ്റെ സുവിശേഷത്തിന് നിങ്ങൾ സാക്ഷികളായി തീരും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ഈ ഭാഗം കാണാം. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു. 2 മലക്കുകൾ പുരുഷരൂപത്തിൽ അവിടേക്ക് വരികയും അവരോട് ഇങ്ങനെ പറഞ്ഞതായി ബൈബിളിൽ കാണാം, യേശുക്രിസ്തു എപ്രകാരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവോ അതേപോലെ തന്നെ ഒരു നാളിൽ യേശുക്രിസ്തു തിരികെ വരും. ഇതിനുശേഷം മലക്കുകൾ പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ നിർദ്ദേശാനുസരണം യഹൂദന്മാരുടെ തലസ്ഥാനമായ യെരുശലേമിലേക്ക് പോവുകയുണ്ടായി. ഈ സംഘത്തിൽ അദ്ദേഹത്തിന്റെ 11 അപ്പോസ്തലന്മാരും അതേ യേശുവിന്റെ അമ്മയായ മറിയവും ഉണ്ടായിരുന്നു. ഈ ഒരു കൂട്ടായ്മയെ യെരുശലേം സഭ എന്നാണ് പരാമർശിക്കുന്നത്. ഇതിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് അപ്പോസ്തല പ്രമുഖരായ പത്രോസും യോഹന്നാനും യേശുവിന്റെ സഹോദരനായ യാക്കോബുമാണ്. ഈ കൂട്ടത്തിൽ പ്രധാനിയാണ് സൈപ്രസ് ദ്വീപുകാരനായ ബർണബാസ്. ഇദ്ദേഹം ഈ ചരിത്ര പഠനത്തിൽ വളരെ നിർണായകമായ ഒരു വ്യക്തിയാണ്. ഇങ്ങനെ യെരുശലേം സഭയുടെ അംഗസംഖ്യ വളരെയധികം വർദ്ധിച്ചപ്പോൾ മുമ്പത്തെ പോലെ വീതം വെക്കുന്നതിൽ എളുപ്പമായി നടക്കുന്നില്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി അപ്പോസ്തലന്മാർ അവരുടെ സഹായത്തിന് വേണ്ടി 7 പേരെ കൂടി തെരഞ്ഞെടുത്തു. അവരെ കുറിച്ച് ക്രിസ്തുമതം, ക്രിസ്തു സഭകൾ പഠിപ്പിക്കുന്നത് ഡീക്കന്മാർ എന്നാണ്. ഈ 7 പേരിൽപ്പെട്ട സ്തെഫാനോസ് ശക്തമായ പ്രബോധനം ചെയ്യുകയും ഇദ്ദേഹത്തെ യഹൂദന്മാർ വ്യാജ കുറ്റാരോപണം നടത്തി അറസ്റ്റിലാക്കുകയും ചെയ്തു. മുൻകാല പ്രവാചകന്മാർക്കും മോശയിക ന്യായപ്രമാണത്തിനും വിരുദ്ധമായി സ്തെഫാനോസ് സംസാരിച്ചു എന്നതാണ് അവർ ആരോപിച്ച കുറ്റം. ഇതിന് മറുപടി പറയുന്ന വേളയിൽ സ്തെഫാനോസ് ദീർഘമായി കൊണ്ട് സംഭവങ്ങൾ വിശദീകരിച്ചു. അബ്രഹാം പിതാവിന്റെ കാലം മുതൽ സൃഷ്ടാവ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി അദ്ദേഹം എണ്ണിപ്പറഞ്ഞു. എന്നാൽ ഇതിന് പകരമായി നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ധാരാളം പ്രവാചകന്മാരെ മർദ്ദിക്കുകയും കൊല്ലുകയും വരെ ചെയ്തു. ഇന്ന് നമ്മുടെ പിതാക്കന്മാരെ പോലെ തന്നെ നമ്മളും യേശുവിനെ വധിച്ചിരിക്കുന്നു. യഹൂദ പൗരോഹിത്യം ഇളകി അവർ പ്രശ്നത്തിലായി. അതിൽപ്പെട്ട വൈകാരികമായി ഏറ്റവും അധികം പ്രതികരിച്ച ആളുകൾ കല്ലെടുത്ത് സ്തെഫാനോസിന്റെ മേൽ എറിയുകയും
സ്തേഫാനോസ് അവിടെ വെച്ച് രക്തസാക്ഷിയാവുകയും ചെയ്തു. ഈ ഒരു കാട്ടാളത്തരത്തിന് ഏറ്റവും അധികം മുൻപന്തിയിൽ നിന്നത് ശൗൽ എന്നു പേരോടുകൂടിയ ഒരു യഹൂദ പരീക്ഷനായിരുന്നു. ഈ ശൗലാണ് പിന്നീട് ക്രൈസ്തവ ദൈവശാസ്ത്രം മെനഞ്ഞെടുത്ത അപ്പോസ്തലനായ പൗലോസ്. അതായത് യേശുക്രിസ്തുവിന് ശേഷം 6 വർഷം കഴിയുമ്പോഴും പൗലോസ് നിലകൊള്ളുന്നത് യഥാർത്ഥ സുവിശേഷത്തിന് വിരുദ്ധമായ സംഘത്തിലാണ്. ഇങ്ങനെ സ്തേഫാനോസിന്റെ വധത്തിന്റെ വാർത്തയറിഞ്ഞ് അപ്പോസ്തലന്മാർ ഒഴികെയുള്ള ആളുകളെല്ലാം വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിയോടി. ഇങ്ങനെ യേശു എന്ന പേർ യെരുശലേമിൽ കവിഞ്ഞ് വിവിധ സ്ഥലങ്ങളിലേക്ക് പരക്കുവാൻ തുടങ്ങി. അപ്പോസ്തലന്മാരുടെ രോഗസൗഖ്യം വ്യാപകമായി. ഇതിൽ വളരെയധികം അസ്വസ്ഥത പൂണ്ട പൗലോസ് ദമസ്കസിലുള്ള യേശുവിന്റെ അനുയായികളെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുന്നതിന് യഹൂദ പൗരോഹിത്യത്തിൽ നിന്നും അതിനുവേണ്ട നിയമങ്ങൾ അധികാരം മേടിച്ചുകൊണ്ട് അദ്ദേഹം അവിടേക്ക് യാത്രയായി. എന്നാൽ ഈ യാത്രവേളയിൽ അപ്പോസ്തലന്മാരിൽ നിന്നും വിദൂരമായ ദമസ്കസ് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് ദർശനമുണ്ടായതായും അദ്ദേഹത്തെ യേശു തെരഞ്ഞെടുത്തതായും അദ്ദേഹം പറയുന്നു. എന്നാൽ ദർശനമുണ്ടായെങ്കിൽ അദ്ദേഹം ആ അത്ഭുത വാർത്ത ആദ്യമായി അറിയിക്കേണ്ടത് സുവിശേഷ പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ച അപ്പോസ്തലന്മാരെയാണല്ലോ. എന്നാൽ പൗലോസ് ലീഗ ചെയ്തത് അദ്ദേഹം തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരെ കാണാൻ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ ഞാൻ നേരെ അറേബ്യയിലേക്ക് പോവുകയും പിന്നീട് ദമസ്കസിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അതായത് തനിക്കുണ്ടായ ദർശനത്തിന്റെ വിഷയം, ആ വാർത്ത, ആ നല്ല വാർത്ത അപ്പോസ്തലന്മാരെ അറിയിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. നേരെ മറിച്ച് അറേബ്യയിലേക്ക് പോവുകയും പിന്നീട് ദമസ്കസിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം ദമസ്കസിലെത്തി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ അനുയായികളുടെ കൂടെ, യേശുവിന്റെ അനുയായികളുടെ കൂടെ അദ്ദേഹം കൂടിച്ചേർന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പൗലോസ് യെരുശലേമിൽ കാട്ടിയ പ്രവർത്തനമൊന്നും അവർക്കറിയുകയില്ല. അദ്ദേഹത്തിന്റെ ക്രൂരതകളെ കുറിച്ച് അവർക്കറിയുകയില്ല. അദ്ദേഹത്തിന്റെ ക്രിസ്തുമാർഗത്തോടുള്ള ദേഷ്യത്തെക്കുറിച്ച് അവർക്കറിയുകയില്ല. അദ്ദേഹം ദമസ്കസിലെ യഹൂദന്മാരുടെ സിനഗോഗുകളിലെല്ലാം യേശു ക്രിസ്തു മസീഹാണ്, മിശിഹയാണ് എന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ 3 വർഷത്തോളം ദമസ്കസിൽ പ്രവർത്തിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം കാരണം അവിടെയുള്ള യഹൂദന്മാർക്ക് ഇദ്ദേഹത്തോട് ബുദ്ധിമുട്ടുണ്ടാവുകയും അവർ ഇദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പൗലോസ് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. ആദ്യമായിട്ടാണ് പൗലോസിനെ വേറൊരു രൂപത്തിൽ അപ്പോസ്തലന്മാർ കാണുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാം: അപ്പോസ്തലന്മാരോ ഇദ്ദേഹത്തെ വിശ്വാസിയായി ആദ്യം പരിഗണിച്ചില്ല. അവർക്ക് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ പഴയ സഹപാഠി എന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിലയിരുത്തുന്ന ബർണബാസിന്റെ അടുക്കൽ പൗലോസ് ചെല്ലുകയും എനിക്ക് വേണ്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ ശുപാർശ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ബർണബാസ് എത്തി അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇങ്ങനെ ദമസ്കസിലേക്കുള്ള യാത്രയിൽ ദർശനം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇദ്ദേഹം യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടെ പൗലോസിനെയും കൂടെ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കണം. ബർണബാസിന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ ഇദ്ദേഹത്തെ കൂടെ കൂട്ടി. ഇങ്ങനെ അവിടെ 15 ദിവസം പ്രവർത്തിച്ചുള്ളൂ എന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ലേഖ വിശദീകരിക്കുന്നുണ്ട്. അവിടെയും ഇദ്ദേഹത്തിന്റെ തർക്കം മൂലം അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരും പൗലോസിനോട് ബുദ്ധിമുട്ടുണ്ടാവുകയും അദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന യേശുവിന്റെ അനുയായികൾ പൗലോസിനെ ഒരു കപ്പലിൽ കയറ്റി അദ്ദേഹത്തിന്റെ ജന്മനാടായ തർസോസിലേക്ക് പറഞ്ഞുവിട്ടു. വെറും 15 ദിവസം മാത്രമാണ് പൗലോസ് ലീഹ യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരോടൊപ്പം സഹവസിക്കുന്നുള്ളൂ. ഇങ്ങനെ ആദ്യ പതിറ്റാണ്ട് കഴിഞ്ഞു. ആ ആദ്യ പതിറ്റാണ്ടിൽ ഇന്ന് ബൈബിളിലെ പുതിയ നിയമഭാഗത്തിലെ 13ഓളം ലേഖനങ്ങൾ രചിക്കുകയും അപ്പോസ്തലൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള പൗലോസിന്റെ സ്ഥാനം അത്രമാത്രം പരിഗണനീയമല്ല എന്ന് ബൈബിളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇദ്ദേഹം അങ്ങനെ തർസോസിലേക്ക് യാത്രയാക്കപ്പെട്ടു. ഈ സമയത്ത് സ്തേഫാനോസിന്റെ വധത്തോടുകൂടി ചിതറിപ്പോയ ചില സംഘങ്ങളിൽപ്പെട്ട ഒരു സംഘം, അവർ മറ്റിതര മതവിഭാഗങ്ങളുടെ ഇടയിൽ ചിതറി താമസിക്കുന്ന യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ അവർക്ക് ആഗ്രഹം തോന്നുകയും അവർ ആ നാടുകളിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഇങ്ങനെ ഇവർ സഞ്ചരിക്കുന്ന വേളയിൽ അന്ത്യോക്യ എന്ന് പറയുന്ന ദേശത്ത് എത്തുകയും അവിടെയുള്ള യഹൂദന്മാരോട് മാത്രം സുവിശേഷം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഘത്തിൽപ്പെട്ട ഗ്രീക്ക് ഭാഷ അറിയുന്നവരിൽ ചിലർ അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്കുകാരോടും, അതായത് യഹൂദേതരല്ലാത്ത ഗ്രീക്കുകാരോടും സുവിശേഷം പറഞ്ഞു നോക്കി. അവർ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇവർ ഈ വാർത്ത യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരെ അറിയിച്ചു. അപ്പോസ്തലന്മാർ ഈ വാർത്തയുടെ നിജസ്ഥിതി അറിയുന്നതിനു വേണ്ടി ഗ്രീക്ക് ഭാഷ അറിയുന്ന നേതൃഗുണവുമുള്ള ബർണബാസിനെ അന്ത്യോക്യയിലേക്ക് നിയോഗിച്ചു. അദ്ദേഹം അന്ത്യോക്യയിലെത്തി യഹൂദേതരല്ലാത്ത ഈ ജനങ്ങളെ കണ്ടു. അദ്ദേഹം പ്രബോധനം ചെയ്തു. വളരെയധികം കാട്ടാളത്തരത്തിൽ ജീവിക്കുന്ന ആ ആളുകൾ അതെല്ലാം ഉപേക്ഷിക്കുവാനും
യേശുക്രിസ്തുവിനെ വിശ്വസിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും അവർ തയ്യാറായി. ബർന്നബാസിന് അവിടെ അധികം പ്രവർത്തിക്കുകയും അവിടുത്തെ പ്രവർത്തനം വിജയമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതിന് കൂട്ടായി ഒരാളെയും കൂടെ ലഭിച്ചാൽ ഇവിടുത്തെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും തർസോസിൽ ഒറ്റയ്ക്കായിരിക്കുന്ന പൗലോസിനെ അന്വേഷിച്ച് അദ്ദേഹം അവിടേക്ക് യാത്രയാവുകയും ചെയ്തു. അങ്ങനെ ഗ്രീക്ക് ഭാഷ അറിയുന്ന പൗലോസിനെയും ക്ഷണിച്ചുകൊണ്ട് ബർന്നബാസ് തിരിച്ച് അന്ത്യോക്യയിലേക്ക് എത്തി. ഏതാണ്ട് 1 വർഷത്തോളം അവർ അവിടെ ശക്തമായ പ്രവർത്തനം ചെയ്തു. ധാരാളം യഹൂദരല്ലാത്ത മറ്റാളുകൾ, യഹൂദേതരായ മറ്റു ജനങ്ങൾ യേശുവിൽ വിശ്വസിക്കാനും സുവിശേഷം അംഗീകരിക്കാനും തയ്യാറായി വന്നു. ഇങ്ങനെ ഇവർ അംഗസംഖ്യ വർദ്ധിച്ചവിടെ ഇവർക്ക് മറ്റുള്ള യെരുശലേം സഭയിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലുള്ള അപ്പോസ്തോല സഭകളിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്. ഇവർ മോശേക ന്യായപ്രമാണം അനുസരിക്കുന്നവരല്ല, അവർ ചേലാകർമ്മം ചെയ്യുന്നവരല്ല, അവർക്ക് യഹൂദ സിനഗോഗുകളുമായി ദേവാലയങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. സ്വാഭാവികമായും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം ചെയ്യാത്ത ആളുകളെ അവർ ദേവാലയത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അന്ത്യോക്യയിൽ രൂപപ്പെട്ട ഈ യഹൂദേതര സഭയിലെ അംഗങ്ങളും യെരുശലേം ദേവാലയത്തിൽ പോകുന്നവരല്ല. സ്വാഭാവികമായും ഇവർക്ക് പുതിയൊരു പേരാണ് ആവശ്യമായി വന്നു. അതുവരെയും യഹൂദന്മാരിൽപ്പെട്ട ആളുകളാണല്ലോ വിശ്വസിച്ചിരുന്നത്. അവരെയും യഹൂദന്മാർ യഹൂദ മതത്തിന്റെ ആളുകൾ എന്നാണ് പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു കൂട്ടായ്മയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അവർ യഹൂദന്മാരുമല്ല, എന്നാൽ ബഹുദൈവ വിശ്വാസികളാണോ അതുമല്ല. പുതിയൊരു രൂപം. അവർ യേശുവിനെ വിശ്വസിക്കുന്നു, എന്നാൽ അവർ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല. ഈ ഒരു വിഭാഗത്തെ അവിടെയുള്ള അന്ത്യോക്യയിലെ ജനങ്ങൾ പുതിയൊരു പേരിട്ട് വിളിച്ചു. ആ പേരാണ് ക്രിസ്ത്യാനി. അവിടെയുള്ള ജനങ്ങൾ ആ ജനസമൂഹത്തെ പൗലോസിന്റെ ബർന്നബാസിന്റെ നേതൃത്വത്തിൽ കീഴിൽ ജീവിക്കുന്ന ആ സഭാംഗങ്ങളെ അവർ വിളിച്ചു ക്രിസ്ത്യാനി. ഇങ്ങനെ ക്രിസ്ത്യാനികളുടെയും അംഗസംഖ്യ പെരുകി. അപ്പുറത്ത് അപ്പോസ്തലന്മാരുടെ യെരുശലേം സഭയിലും ആളുകൾ ധാരാളമായി കൂട്ടമായി സ്വീകരിച്ചു കൊണ്ടേയിരുന്നു. ഇങ്ങനെ കാലം മുന്നോട്ട് പോകുന്ന വഴി അപ്പോസ്തലന്മാരുടെ അനുയായികളിൽപ്പെട്ട ചില ആളുകൾ അവിചാരിതമായി പൗലോസിന്റെയും ബർന്നബാസിന്റെയും ഈ സഭയിൽ എത്തിപ്പെട്ടു. അവർക്ക് ഇവിടെ വന്നപ്പോൾ വലിയ ആശ്ചര്യം തോന്നി. ഇവിടെയുള്ള ആളുകൾ യേശുവിനെ മസീഹായിക്കൊണ്ട് ക്രിസ്തുവായിക്കൊണ്ട് അംഗീകരിക്കുന്നവരാണ്. എന്നാൽ മോശേക ന്യായപ്രമാണം അവർ അനുസരിക്കുന്നില്ല, അവർ ചേലാകർമ്മം ചെയ്യുന്നില്ല. രക്ഷയ്ക്കുള്ള മാർഗമായി അപ്പോസ്തല സഭ കാണുന്ന ഇതൊന്നും അവർ ചെയ്യുന്നില്ല. പൗലോസും ബർന്നബാസും അടങ്ങുന്ന ഒരു സംഘത്തെ നമുക്ക് യെരുശലേമിലേക്ക് അയക്കാം. ഇവിടെ വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച അപ്പോസ്തല അനുയായികൾ അതേ നിലപാട് തന്നെയാണോ അപ്പോസ്തലന്മാർക്കും എന്ന് നമുക്കറിയണം. അങ്ങനെ അവർ സംഘത്തെ തിരഞ്ഞെടുക്കുകയും പൗലോസും ബർന്നബാസും അടങ്ങുന്ന ഒരു സംഘം യെരുശലേമിലേക്ക് പോവുകയും ചെയ്തു. അവിടെയുള്ള ഇവരുടെ പ്രവർത്തനത്തെ അവർ ചോദിച്ചു. അവർ കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. ഈ സമയം അന്ത്യോക്യ സഭ സന്ദർശിച്ച അപ്പോസ്തല അനുയായികൾ കാര്യം പറഞ്ഞു. കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഇവർ മോശയുടെ ന്യായപ്രമാണം ഇവർ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് ഉടൻ തന്നെ ഇവരോട് ന്യായപ്രമാണം അനുസരിക്കാൻ പറയണം, പരിച്ഛേദന കർമ്മമൊക്കെ ചെയ്യാൻ ഇവരോട് പറയണം എന്ന് അവർ അപ്പോസ്തലന്മാരോട് ആവശ്യപ്പെട്ടു. ഈ വിഷയത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞാൻ അവർക്ക് ഒരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല. ഞാൻ അവരോട് രൂക്ഷമായ തർക്കം തന്നെ ഉണ്ടാക്കി. തർക്കമായി അപ്പോസ്തലന്മാർ വിഷയത്തെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇതൊരു പുതിയ പ്രശ്നമാണ്, യേശുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും ഇവർ പുതിയതായി ഇങ്ങനെ കാണുകയാണ്. മുമ്പൊക്കെ യഹൂദേതരായ ഏതെങ്കിലും ജനങ്ങൾ ഇസ്രായേലിലേക്ക് വന്ന ഏതെങ്കിലും പ്രവാചകന്മാർ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് 2 കർമ്മങ്ങളാണ്. ഒന്ന് പരിച്ഛേദനയും മറ്റൊന്ന് സ്നാനവും. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്ത് വിധിയാണ് കൽപ്പിക്കേണ്ടത് എന്ന് യേശുവിൽ നിന്നും ഒരു നിർദ്ദേശവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോസ്തലന്മാർ ചർച്ചകൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടി. എന്നാൽ ഇവരെ കുറിച്ചുള്ള പൗലോസിന്റെ മനോഭാവത്തെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: പ്രമാണികളായവരോ അവർ ആരായാലും എനിക്ക് ഏതുമില്ല, ദൈവമാരുടെയും മുഖം നോക്കുന്നില്ല, ഞാൻ അവരിൽ നിന്നൊന്നും പഠിച്ചിട്ടുമില്ല, ഗ്രഹിച്ചിട്ടുമില്ല. അതായത് ഈ തർക്കങ്ങളൊക്കെ കേട്ടതിന് ശേഷം വിധി കൽപ്പിക്കുന്നതിന് വേണ്ടി യെരുശലേമിൽ ഒത്തുകൂടിയിരിക്കുന്ന ആ പ്രമാണികളുണ്ടല്ലോ, അവരെ എനിക്ക് വലിയ ഗൗരവമൊന്നുമില്ല, അവർ എനിക്കേതുമില്ല. കാരണം എന്താണ്? ഞാൻ അവരിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ അവരിൽ നിന്നൊന്നും ഗ്രഹിച്ചിട്ടുമില്ല. തർക്കം രൂക്ഷമായി കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്നു. ഒരാവശ്യം മുമ്പിൽ വെച്ചു. പത്രോസ് പറഞ്ഞു, മുമ്പ് യഹൂദനായ ഒരു കുടുംബത്തിൽ, കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിലും ഇതേപോലെ അദ്ദേഹം സുവിശേഷം അറിയിക്കാൻ പോയ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട്
യഹൂദേതരായ ജനങ്ങൾപ്പെട്ട ആരെങ്കിലും സത്യം സ്വീകരിച്ച് വരികയാണെങ്കിൽ നമ്മൾ തന്നെ പാരമ്പര്യമായി ചെയ്യാൻ ശ്രമിച്ചിട്ടും യഥാവിധി പൂർത്തീകരിക്കാൻ കഴിയാത്ത ന്യായപ്രമാണം അവരുടെ മേലിൽ നിബന്ധന വെക്കേണ്ടതില്ല, അവർക്ക് ആ വിഷയത്തിൽ ഒരു ഇളവ് കൊടുക്കണം എന്ന് പത്രോസ് അവിടെ ഒരാവശ്യം ഉന്നയിച്ചു. രംഗമൊന്ന് ശാന്തമായപ്പോൾ പത്രോസിന്റെ ഈ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് യെരുശലേം സഭയുടെ അധ്യക്ഷനും യേശുവിന്റെ സഹോദരനുമായ യാക്കോബ് ആ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചു. നമുക്ക് വിശ്വസ്തനായ പത്രോസ് മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം വഴിയും ഒരു കുടുംബം, യഹൂദേതര കുടുംബം, യേശുവിനെ മിശിഹയായി അംഗീകരിച്ചിട്ടുണ്ട്. അതേപോലെ മുൻകാല പ്രവാചകന്മാർ യഹൂദേതരായ ജനങ്ങൾ മുഴുവനും അബ്രഹാമിന്റെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു കാലം സംജാതമാകുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും നമ്മൾക്ക് ഇവരുടെ വിഷയത്തിൽ 4 നിയമങ്ങൾ പ്രധാനമായി അവർക്ക് കൊടുക്കാം. രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, വിഗ്രഹാർപ്പിതം, ലൈംഗിക ധാർമ്മികത, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ വർജിക്കണം. അതോടൊപ്പം നിങ്ങളുടെ നാട്ടിലുള്ള പ്രബോധകർ മുമ്പ് തന്നെ മോശെയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് പ്രബോധനം ചെയ്യുന്നതിനാൽ അതും ഇവർക്ക് ഗുണകരമായി തീരുമെന്ന് യാക്കോബ് പ്രതീക്ഷിച്ചു. മുമ്പുള്ള ഇവർ അവസ്ഥയെക്കാട്ടിൽ ഒരു ഉന്നതി വരുന്നതിന് വേണ്ടിയാണ് ഈ 4 കാര്യങ്ങൾ കൊടുത്തത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തുടക്കക്കാരായ വിജാതിയരുടെ മേളിൽ അധിക നിയമമൊന്നും കൊടുത്ത് നമ്മൾ അവരെ അസഹ്യപ്പെടുത്തേണ്ട. മോശെയുടെ ന്യായപ്രമാണം ഒഴിവാക്കി കൊടുക്കുക അല്ല ചെയ്യുന്നത്, നേരെ മറിച്ചൊരു ഇളവാണ് അവിടെ കൊടുക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, പൗലോസ്ലീഹ പിൽക്കാലത്ത് ദൈവശാസ്ത്രം രൂപീകരിച്ചതുപോലെ യേശുക്രിസ്തുവിന് ശേഷം ന്യായപ്രമാണം അനുസരിക്കേണ്ട എന്നതായിരുന്നു അദ്ദേഹത്തിന് അപ്പോഴുമുള്ള വാദമെങ്കിൽ അദ്ദേഹം യെരുശലേമിൽ എത്തിയപ്പോൾ പറയേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നു: യഹൂദേതരായ ഈ തുടക്കക്കാർ മാത്രമല്ല, യെരുശലേമിലെ അപ്പോസ്തലന്മാരായ നിങ്ങളും ന്യായപ്രമാണം അനുസരിക്കരുത്, അനുസരിച്ചാൽ നിങ്ങൾ യേശുവിനെ പാപത്തിന് ശുശ്രൂഷക്കാരനാക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു വാദവും അവിടെ അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. നേരെ മറിച്ച് തുടക്കക്കാരായ ആളുകൾക്കുള്ള ഇളവാണ് അവിടെ ചോദിക്കുന്നത്. ചുരുക്കത്തിൽ മോശെയുടെ നിയമങ്ങൾ യഹൂദേതരർക്ക് നൽകിയില്ല എങ്കിലും അവർക്ക് പഴയ അവസ്ഥയിൽ നിന്നും ഒരു പുരോഗമനം ഉണ്ടാകുന്നതിന് 4 കാര്യങ്ങൾ വർജിക്കാൻ നിർദ്ദേശിക്കുകയും അവരുടെ നാട്ടിലുള്ള ന്യായപ്രമാണത്തെക്കുറിച്ച് പ്രബോധനം ചെയ്യുന്ന ആളുകളിൽ നിന്നും അവർ കാര്യം മനസ്സിലാക്കട്ടെ എന്നും ഉള്ളൊരു നിരീക്ഷണത്തിൽ ഈ വസ്തുത ഒഴിവാക്കിക്കൊണ്ടും ഒരു കത്തും 2 പേരെയും യെരുശലേം സഭ അന്ത്യോക്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സംഘം അന്ത്യോക്യയിലെത്തി അപ്പോസ്തലന്മാർ അറിയിച്ച സന്ദേശം അവരവിടെ എത്തിച്ചു. നിങ്ങളിപ്പോൾ ന്യായപ്രമാണം അനുസരിക്കാതിരിക്കുന്നതിൽ കുഴപ്പമില്ല, നേരെ മറിച്ച് 4 കാര്യങ്ങൾ നിങ്ങൾ വർജിക്കുക എന്നുള്ള ആ നിർദ്ദേശം അവിടെ അവർ എത്തി അറിയിച്ചു. യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷമുള്ള 2 പതിറ്റാണ്ടുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെയും പൗലോസിന്റെ ബർന്നബാസിന്റെ പ്രവർത്തനത്തെയോ അവരുടെ ആശയങ്ങളോ തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. എന്നാൽ 3-ാം പതിറ്റാണ്ടിന്റെ തുടക്കമാകുമ്പോഴേക്കും സംഗതികളാകെ കുഴഞ്ഞു മറിയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഇളവുകൾ ലഭിച്ചതിന് ശേഷം അധികം കഴിയും മുമ്പേ അപ്പോസ്തല പ്രമുഖനായ പത്രോസ് അന്ത്യോക്യയിലേക്ക് വന്നു. ആദ്യമായാണ് ഒരു അപ്പോസ്തലൻ അന്ത്യോക്യ സന്ദർശിക്കുന്നത്. നേരിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് അപ്പോസ്തലൻ വിചാരിച്ചിരിക്കാം. ആദ്യം അദ്ദേഹം ഇവിടെ എത്തി അവിടെയുള്ള ആളുകളുമായി അദ്ദേഹം ഒരുമിച്ച് സഹകരിക്കുകയും അവരുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായ ഐക്യമില്ലാത്തവരുമായിട്ട് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയില്ല. എന്നാൽ ഇവിടെ പത്രോസ് എത്തിയപ്പോൾ മുമ്പ് ഇവർ കൊടുത്ത ഇളവിന്റെ അടിസ്ഥാനത്തിൽ യഹൂദേതരുമായി സഹകരിക്കുകയും അവരുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ അല്പം താമസിച്ചപ്പോൾ പത്രോസിന് ഇവിടെയുള്ള വിശ്വാസികൾ മോശെയുടെ ന്യായപ്രമാണത്തെ അവർ അനുസരിക്കുവാനേ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമോ അല്ലാതെയോ യെരുശലേമിലുള്ള യാക്കോബിന്റെ അടുക്കൽ നിന്നും ചില പ്രതിനിധികൾ അന്ത്യോക്യയിലേക്ക് എത്തി. അതിനുശേഷം പത്രോസ് യഹൂദേതരായ ഈ വിശ്വാസികളോട്, അഥവാ അവിടെയുള്ള അന്ത്യോക്യയിൽ രൂപപ്പെട്ട ക്രിസ്ത്യാനി എന്ന ആ സമൂഹത്തോട് മോശെയുടെ ന്യായപ്രമാണം നിർബന്ധമായും അനുസരിക്കണമെന്ന് കൽപ്പിക്കുകയും ഇതിന്റെ തുടർ നടപടി എന്നോണം അവരുമായി ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തു. പത്രോസിന്റെ ഈ നിലപാടിനോട് യോജിച്ചുകൊണ്ട് യെരുശലേമിൽ നിന്നും യാക്കോബിന്റെ അടുക്കൽ നിന്നും എത്തിയ ആ പ്രതിനിധികളും ഇവിടെയുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ബർന്നബാസും പത്രോസിന്റെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് ഇവരിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും മാറി നിന്നതായി പൗലോസ് തന്നെ അദ്ദേഹത്തിന്റെ ഗലാത്യ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യണം അറിയാതെ അവർ അന്താളിച്ചു നിന്നു. കാരണം അപ്പോസ്തലനായ പത്രോസ് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്, ന്യായപ്രമാണം അനുസരിക്കണം.
ഈ സമയം പൗലോസ് വിഷയത്തിൽ ഇടപെട്ടു. യേശുവിന്റെ സമകാലികനും യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ പത്രോസിന്റെ അടുക്കൽ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ദൗത്യമെന്ന് യേശുവിനെ ജീവിതത്തിൽ ഒരു നാൾ പോലും കാണാത്ത പൗലോസ് വിശദീകരിക്കുന്നത് അദ്ദേഹം തന്നെ ഈ ലേഖനങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് ഇപ്രകാരമാണ്: യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരം ജീവിക്കാതെ ഈ യഹൂദേതരരുമായി ഒരുമിച്ച് സഹകരിച്ചുവെങ്കിൽ നീ ഇവരെ യഹൂദ മര്യാദ അനുസരിക്കാൻ നിർബന്ധിക്കുന്നത് എന്ത്? അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, പത്രോസ് ഇവിടെ വന്നിട്ട് യഹൂദേതര ജനങ്ങളോട്, യഹൂദേതരായ ക്രിസ്ത്യാനികളോട് ന്യായപ്രമാണം അനുസരിക്കാൻ നിർബന്ധിച്ചു എന്ന് പൗലോസിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നതും. അതിനുശേഷം പൗലോസ് ധാരാളം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ പൊളിച്ചത് ഞാൻ തന്നെ പണിയുന്നുവെങ്കിൽ ഞാൻ സ്വയം ലംഘനക്കാരനാകുകയില്ലേ? അതായത് പത്രോസ് പറഞ്ഞതിന് പ്രകാരം ന്യായപ്രമാണം അനുസരിക്കണമെന്ന് യഹൂദേതര ജനങ്ങളോട് ഞാൻ ഇനിയും ആവശ്യപ്പെട്ടാൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി തന്നെ ഞാൻ തന്നെ പറയുകയല്ലേ എന്നാണ് അദ്ദേഹം അവിടെ ചോദിക്കുന്നത്. ഇങ്ങനെ തർക്കം രൂക്ഷമാവുകയും ഇവർ രണ്ടായി പിരിയുകയും ചെയ്തു. ക്രിസ്തു സഭയും ക്രിസ്ത്യാനി സഭയും വേറിട്ട് ഭക്ഷണം കഴിച്ചതായും അവർ തെറ്റിപ്പിരിഞ്ഞതായും ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. തുടർന്ന് പൗലോസ് സ്ഥാപിച്ച പല സഭകളിലും അപ്പോസ്തല അനുയായികൾ സുവിശേഷം അറിയിച്ചതായും അതിൽപ്പെട്ട ഗലാത്യ സഭ പരിപൂർണമായി ന്യായപ്രമാണം അനുസരിക്കുന്നതിലേക്ക് തിരിഞ്ഞതായും നമുക്ക് ഗലാത്യ ലേഖനം വായിക്കുമ്പോഴും, അതേപോലെ മറ്റൊരു സഭയായ കോരിന്ത്യ സഭ ഇതേപോലെ മറ്റൊരു അപ്പോസ്തലന്മാർ സുവിശേഷത്തിലേക്ക് മാറിയതായും നമുക്ക് ആ ലേഖനങ്ങൾ ഒന്ന് വായിച്ചെടുക്കാവുന്നതാണ്. പൗലോസിന്റെ മിഷണറി പ്രവർത്തനത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി ലൂക്കോസ് രചിച്ച ഈ അപ്പോസ്തല പ്രവൃത്തി തുടക്കം മുതലുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു വരുന്നുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ പത്രോസിന്റെ അന്ത്യോക്യയിലേക്കുള്ള ഈ വരവും അതിനുശേഷം എടുത്ത നിലപാടും എന്തോ അദ്ദേഹം മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് അപ്പോസ്തല പ്രവൃത്തിയുടെ ഭാഗത്ത് പൗലോസും ബർന്നബാസും എന്ത് കാരണത്തിനാണ് പിരിഞ്ഞത് എന്നുള്ളതിന് തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിപരമായ ഒരു ചെറിയ പ്രശ്നമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ദീർഘമായി പറയുന്നത് പൗലോസ് തന്നെയാണ്. ഇങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോവുകയും ഏറ്റവും അവസാനം ഒരു തവണ കൂടി പൗലോസ് യെരുശലേം സന്ദർശിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. തന്റെ സുദീർഘമായ പ്രവർത്തനങ്ങൾക്കും സഭകൾ സ്ഥാപിച്ചതിനും ധാരാളം ലേഖനങ്ങൾ രചിച്ചതിനും ശേഷം ഏകദേശം ക്രിസ്താബ്ദം 58-59 കാലഘട്ടങ്ങളിൽ പൗലോസ് ലീഹ യെരുശലേമിൽ എത്തുന്നത് ഈ ഭാഗങ്ങളിൽ കാണാം. അദ്ദേഹം അവിടെ എത്തി. ആ സമയം യെരുശലേം സഭയുടെ അധ്യക്ഷനായ യാക്കോബും അവിടെയുള്ള മൂപ്പന്മാരും പൗലോസിനോട് ഇപ്രകാരം പറഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട്. അവർ പറയുന്നത് ഇതാണ്: സഹോദര, വിശ്വസിച്ചവരായ അനേകായിരം യഹൂദന്മാർ ഉണ്ടെന്ന് താങ്കൾ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണത്തിൽ തീക്ഷ്ണതയുള്ളവരാണ്. എന്നാൽ ന്യായപ്രമാണം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ മക്കളെ പരിച്ഛേദന കഴിക്കേണ്ട എന്നും നമ്മുടെ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ട എന്നും ഇതര മതസ്ഥരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന യഹൂദരെ താങ്കൾ ഉപദേശിക്കുന്നതായി അവർ ധരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഏറ്റവും അധികം വേണ്ട ഒരു വിഷയമാണ്. ക്രിസ്തു സഭയും ക്രിസ്ത്യാനി സഭയും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഭാഗമാണ്. പൗലോസിന്റെ ദൈവശാസ്ത്ര പ്രകാരം യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ന്യായപ്രമാണം അനുസരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എങ്കിൽ, ഇവിടെ യാക്കോബ് വ്യക്തമാക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. വിശ്വസിച്ചവരായ അനേകായിരം യഹൂദന്മാർ ഉണ്ടല്ലോ, അവർ എല്ലാവരും ന്യായപ്രമാണത്തിൽ തീക്ഷ്ണതയുള്ളവരാണ്, അല്ലെങ്കിൽ അവർ തീവ്രമായി തന്നെ മോശയിക ന്യായപ്രമാണം അനുസരിക്കുന്നവരാണ്. ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. പൗലോസിന്റെ ദൈവശാസ്ത്രം അംഗീകരിച്ചുകൊണ്ട് മോശയിക ന്യായപ്രമാണത്തെ പഴയ നിയമമായി ഗണിക്കുന്ന ക്രൈസ്തവ സുഹൃത്തുക്കൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെ പോലെയാണോ ഈ യഥാർത്ഥ ക്രിസ്തു സഭ? നിങ്ങളുടെ ഇതേ മനോഭാവം തന്നെയാണോ അവർക്കുമുള്ളത് ന്യായപ്രമാണത്തെ കുറിച്ച്? അല്ല. അവർക്കൊരു ബൈബിൾ ഉണ്ട് എന്ന് കരുതുക. അതിൽ മോശയിക ന്യായപ്രമാണത്തെ പഴയ നിയമമായി അവർ ഒതുക്കിയിട്ടുണ്ടാകുമോ, അതോ ന്യായപ്രമാണം അവർക്ക് ഒരു നിത്യ നിയമമായിട്ടാണോ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്? യാക്കോബിന്റെ ഈ വാക്കുകൾ വളരെ പ്രകടമാണ്. ന്യായപ്രമാണത്തിൽ വളരെയധികം തീക്ഷ്ണയുള്ളവരാണ് ക്രിസ്തു സഭക്കാർ.
മാത്രമല്ല അവർക്ക് പൗലോസിനെ കുറിച്ച് വളരെ വ്യക്തമായ ചില ആരോപണങ്ങളും അവർക്കുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, നമ്മുടെ മക്കളെ പരിച്ഛേദന കഴിക്കണ്ട എന്നും, അബ്രഹാം പിതാവിന് മുതൽ നൽകപ്പെട്ട പിന്നീട് മോശയിക ന്യായപ്രമാണത്തിലൂടെ നിയമമായി തന്നെ സ്ഥിരപ്പെടുത്തിയ ചേലാകർമ്മം യഹൂദന്മാർ അന്നു മുതൽ തുടർന്നു വരികയും മഹാനായ യേശുക്രിസ്തു എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റതായും തുടർന്ന് വന്ന സമൂഹം, ക്രൈസ്തവ സമൂഹം മുഴുവൻ അത് ചെയ്തു വന്നതായും നമുക്ക് കാണാവുന്നതാണ്. ഈ ചേലാകർമ്മം യേശുക്രിസ്തുവിന് ശേഷം 30 വർഷം പിന്നിടുമ്പോഴും അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഉണ്ട് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് വിരുദ്ധമായി പറഞ്ഞിരിക്കുന്ന പൗലോസിനെ കുറിച്ച് അവർക്ക് വിരുദ്ധമായ കാഴ്ചപ്പാടാണുള്ളത്. മാത്രമല്ല മോശയിക ന്യായപ്രമാണം അനുഷ്ഠിക്കേണ്ട എന്നും എവിടെ ഇദ്ദേഹം ഉപദേശിച്ചതായി ഇവിടെ കാണുന്നു എന്നാണ് പറയുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യെരുശലേമിൽ ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. യഹൂദന്മാർക്ക് അവർ ഏറ്റവും ശക്തി കേന്ദ്രമായ യെരുശലേമിലോ, ക്രിസ്തുവിന്റെ പ്രബോധനം ശക്തമായി നടക്കുന്ന യെരുശലേമിലോ ഒന്നും ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇദ്ദേഹം ആകെ പറഞ്ഞിട്ടുള്ളത് വിജാതിയരുടെ ഇടയിൽ അഥവാ അന്യമതസ്ഥരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന ന്യൂനപക്ഷമായി ജീവിക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ മാത്രമാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ക്രൈസ്തവ ദർശനം അഥവാ പുതിയ നിയമ സിദ്ധാന്തം പ്രചരിക്കുന്ന ഭാഗം ഏതാണ്? ക്രിസ്തുവിന്റെ നാടല്ല, അപ്പോസ്തലന്മാർ പ്രവർത്തന കേന്ദ്രമല്ല, നേരെ മറിച്ച് യഹൂദേതര ജനങ്ങളുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ മാത്രം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ അവർ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ ധരിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കുക, പൗലോസ് അപ്പോസ്തലനാണ് എന്ന് എല്ലാ പുതിയ നിയമ പുസ്തകങ്ങളുടെയും അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ എല്ലാം തുടക്കത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതി, അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതി, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതി, എഫെസ്യർക്ക് എഴുതി, കൊലോസിയർക്ക് എഴുതി എന്നൊക്കെ വിവിധമായി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ അപ്പോസ്തലൻ എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ക്രിസ്തു സഭയ്ക്ക് ഇദ്ദേഹം അപ്പോസ്തലനാണോ? അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടുന്ന വെളിപാടിനനുസൃതമായി അവർ മാറ്റി ചിന്തിക്കേണ്ടതല്ലേ? നേരെ മറിച്ച് ഇവിടെയുള്ളത് അവർക്ക് പൗലോസിനെതിരായിട്ട് അടിസ്ഥാനപരമായ ചില ആരോപണങ്ങളാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇനി ആരാണ് തിരുത്തേണ്ടത്? അപ്പോസ്തലന് കിട്ടുന്ന വെളിപാടിനനുസൃതമായി അനുയായികളാണല്ലോ തിരുത്തേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയാണോ നടക്കുന്നത്? നമ്മൾ തുടർഭാഗം ശ്രദ്ധിക്കുക. യാക്കോബ് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? താങ്കൾ വന്നിട്ടുണ്ടെന്ന് തീർച്ചയായും അവർ കേൾക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ താങ്കൾ ചെയ്യുക. ഒരു നേർച്ച നേർന്നിട്ടുള്ള 4 ആളുകൾ ഇവിടെ ഞങ്ങളുടെ കൂടെയുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ശുദ്ധീകരണ ചടങ്ങുകളിൽ പങ്കെടുത്ത് അതിൻ്റെയും, അതായത് ആ നേർച്ചയുടെയും അവരുടെ തല ക്ഷൗരം ചെയ്യുന്നതിൻ്റെയും ചിലവ് താങ്കൾ വഹിക്കണം. നമ്മൾ യാക്കോബ് പറഞ്ഞ ഈ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. താങ്കൾ യെരുശലേമിൽ വന്നിട്ടുണ്ടെന്ന് ആരറിയും? ഇവിടെയുള്ള ജനങ്ങൾ, വിശ്വാസികൾ അറിയും. അപ്പോൾ താങ്കൾ എന്ത് ചെയ്യണം? താങ്കൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യണം. ഞങ്ങളുടെ കൂട്ടത്തിൽ, അതായത് യഹൂദന്മാരായ ക്രിസ്തു സഭക്കാരുടെയിൽ നേർച്ച നേർന്നിട്ടുള്ള 4 ആളുകളുണ്ട്. ഏത് നേർച്ചയാണ്? മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന, സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്ന നാസർ വ്രതം. ഈ വ്രതം നേർന്നിട്ടുള്ള 4 ആളുകൾ ഇവിടെ ഞങ്ങളുടെ കൂടെയുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടു പോകണം. എന്നിട്ട് ന്യായപ്രമാണം കൽപ്പിച്ചതുപോലെയുള്ള ശുദ്ധീകരണ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെയും അവരുടെ തല ക്ഷൗരം ചെയ്യിക്കുന്നതിൻ്റെയും നേർച്ചയുടെ ചെലവ് താങ്കൾ വഹിക്കണം. ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് അപ്പോസ്തല സഭ യേശുവിന് ശേഷമുള്ള ഈ കാലഘട്ടത്തിലും ന്യായപ്രമാണം അനുസരിച്ചു എന്ന് വീണ്ടും അടിവരയിട്ട് തെളിയുകയാണ്. താങ്കൾ ഇവിടെ വന്നിട്ടുണ്ട്, പ്രശ്നമുണ്ടാകും. അങ്ങനെ താങ്കൾ ഈ നേർച്ച ചെയ്യുന്നത് കൊണ്ട് എന്തൊരു നേട്ടമാണ് കിട്ടുക? അവിടെ യാക്കോബ് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ മൂപ്പന്മാർ പറയുന്നത് ഇപ്രകാരമാണ്: അപ്പോൾ താങ്കളെ കുറിച്ച് കേട്ട കാര്യങ്ങൾ സത്യമല്ല എന്നും താങ്കളും ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കുന്നതെന്നും ഏവർക്കും ബോധ്യപ്പെടും. പൗലോസിനെ കുറിച്ച് കേട്ട ഏത് കാര്യങ്ങളാണ് ഇവിടെ സത്യമല്ല എന്ന് തെളിയേണ്ടത്? അദ്ദേഹം മക്കളെ പരിച്ഛേദന കഴിക്കണ്ട എന്ന് പറഞ്ഞ കാര്യം, മോശയിക ന്യായപ്രമാണം കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യം, ന്യായപ്രമാണം അനുഷ്ഠിക്കേണ്ട എന്ന് പറഞ്ഞ കാര്യം, ഇങ്ങനെ തുടങ്ങി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും സത്യമല്ല എന്നും അദ്ദേഹം തന്നെ സ്വയം ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കുന്നതെന്നും ബോധ്യപ്പെടണം ക്രിസ്തു സഭയ്ക്ക്. ഇദ്ദേഹം ഇങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊരു ദുരാരോപണമാണോ? അല്ല. ഇദ്ദേഹത്തിന്റെ റോമാലേഖനം, ഗലാത്യ ലേഖനം ഒക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വിശദമായിക്കൊണ്ട് ന്യായപ്രമാണം നീങ്ങിപ്പോയതിന്റെ തെളിവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെയധികം വിശദീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക ലേഖനങ്ങളിലും ഇതൊരു പരാമർശ വിഷയം തന്നെയാണ്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സത്യമല്ല എന്ന് തെളിയുക? സ്വാഭാവികമായും ആ രചനകളൊന്നും തന്നെ എന്റേതല്ല എന്ന് പറയുകയല്ലാതെ വേറെ മാർഗമൊന്നും അവിടെ കാണുന്നില്ല. ഞാൻ സ്വയം ന്യായപ്രമാണം അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ കണ്ടുവല്ലോ.
പിന്നീട് എന്നെ കുറിച്ച് പ്രചരിക്കുന്ന ദൂരനാടുകളിൽ പ്രചരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും അതൊന്നും എന്റേതല്ല എന്നൊന്ന് തെളിയിക്കുക. ഇതാണ് അവിടെ അദ്ദേഹത്തിന് നിർവഹിക്കാനുള്ള ആ ദൗത്യം. സ്വാഭാവികമായും അന്ത്യോക്യയിൽ വെച്ച് പത്രോസ് വന്ന് ഇതേ ആവശ്യം യഹൂദേതര ജനങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞപ്പോൾ എതിർത്ത ശൈലിയിൽ ഇവിടെയും ഒന്ന് എതിർക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ ഇവിടെ കാണുന്നത് തികച്ചും അനുസരണയുള്ള കുഞ്ഞാടായി നിൽക്കുന്ന ഒരു പൗലോസിനെയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അടുത്ത ദിവസം പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് അവരോടൊപ്പം തന്നെ ശുദ്ധീകരിച്ച് അവരിൽ ഓരോരുത്തരും വേണ്ടി വഴിപാട് കഴിക്കാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിക്കുവാൻ ദേവാലയത്തിൽ പ്രവേശിച്ചു. ഇവിടെ ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിക്കുവാൻ യെരുശലേം ദേവാലയത്തിൽ പ്രവേശിച്ചു എന്നാണ് എഴുതുന്നത്. ഇത് വളരെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ക്രൈസ്തവ സഭകൾ പറയുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം യെരുശലേം ദേവാലയത്തിലേക്ക് കയറിയിട്ടില്ല എന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. ഈ ഭാഗം വളരെ വ്യക്തമാക്കുന്നത് ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിക്കുവാൻ യെരുശലേം ദേവാലയത്തിലേക്ക് അവർ പ്രവേശിച്ചു. ആരെയാണ് ബോധിപ്പിക്കുക? യെരുശലേം ദേവാലയത്തിൽ ആരാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്? നമുക്കറിയാം, യേശുവിനെ വ്യാജമസിഹായി കണ്ട യഹൂദ പുരോഹിതന്മാരാണ് അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അവരെ ബോധിപ്പിക്കുവാനാണ് പൗലോസ് അവിടെ കയറുന്നത്. ഇന്നത്തെ ക്രൈസ്തവരെ പോലെ ത്രിയേക ദൈവവിശ്വാസമായിരുന്നു ക്രിസ്തു സഭയ്ക്കുമെങ്കിൽ അതിനെ നിഷേധിച്ച് യേശുവിൻ്റെ പുത്രത്വ പദവി നിഷേധിച്ച് തള്ളുന്ന ആ പുരോഹിതന്മാർ എങ്ങനെയാവും ഇവർക്കും ദൈവത്തിൻ്റെയും ഇടയിൽ മധ്യസ്ഥനായി നിൽക്കുക? ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് യേശുവിനെ അംഗീകരിക്കുന്ന യഹൂദന്മാരും നിഷേധിക്കുന്ന യഹൂദന്മാർക്കും ഒരേ ദൈവവിശ്വാസം തന്നെയായിരുന്നു എന്ന് ഈ സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുകയാണ്. അങ്ങനെ പൗലോസ്ലീഹ തൻ്റെ പുതിയ നിയമവാദഗതികൾ മുഴുവൻ തകരുകയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹം ഒരു നിവൃത്തിയുമില്ലാതെ, മറ്റൊരു മാർഗവുമില്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു? ഇവരെയും കൂട്ടിക്കൊണ്ട് യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ ഇദ്ദേഹം ചെലവ് കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കയറിയ ഈ നാസർവ്രതത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. നമ്മൾ സംഖ്യാപുസ്തകം നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. ഒരു മനുഷ്യൻ നാസർവ്രതം തെരഞ്ഞെടുത്തു. അദ്ദേഹം ഇത്ര ദിവസം ചെയ്യുകയാണ് എന്ന് ദൈവത്തിന്റെ മുമ്പിൽ നേർന്നാൽ, നാസർ വ്രതസ്ഥനായ വ്യക്തി വ്രതാനുഷ്ഠാന വേളയിൽ ശവനിമിത്തം അശുദ്ധനായാൽ ഒരു പ്രാവിൻ കുഞ്ഞിനെ പാപയാഗമായും മറ്റൊന്നിനെ അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ ഹോമയാഗമായും പുരോഹിതൻ അർപ്പിക്കണം. എന്തെന്നാൽ അവർ ശവനിമിത്തം കുറ്റക്കാരനായി അന്ന് തന്നെ അവൻ തന്റെ ശിരസ് സമർപ്പിക്കണം. വേർപാടിന്റെ കാലത്തേക്കായി അവൻ ദൈവത്തിന് സ്വയം പ്രതിഷ്ഠിക്കുകയും അകൃത്യയാഗമായി 1 വയസ്സ് പ്രായമുള്ള ആൺകുഞ്ഞാടിനെ അറക്കുകയും ചെയ്യണം. ചുരുക്കത്തിൽ ഇവിടെ പാപയാഗമുണ്ട്, ഹോമയാഗമുണ്ട്, അകൃത്യയാഗവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ക്രിസ്തു സഭയ്ക്ക് ഈ വിധമുള്ള എല്ലാ യാഗങ്ങളും ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവ സഭ പറയുന്നത് പോലെ, ക്രിസ്തുമതം ലോകത്തിന് പഠിപ്പിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ എല്ലാവിധ യാഗങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് അവർക്ക് സ്വീകാര്യമാണോ? അല്ല. കാരണം ക്രിസ്തു സഭയെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിന്റെ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യരെ മരിച്ച് രക്ഷപ്പെടുത്താനല്ല, നേരെ മറിച്ച് ഉപദേശിച്ച് രക്ഷപ്പെടുത്താനാണ്. അങ്ങനെ ദേവാലയത്തിൽ പൗലോസ് പ്രവേശിച്ചു. കൂടെ 4 നേർച്ചക്കാരുമുണ്ട്. 7 ദിവസം പ്രത്യേകിച്ച് കുഴപ്പമില്ലാതെ കഴിഞ്ഞുകൂടി. കാരണം എന്തേ? യെരുശലേമില് ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില വാർത്തകൾ മാത്രമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല യെരുശലേം അല്ല. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ചിതറിപ്പാർക്കുന്ന യഹൂദേതരുടെ, ബഹുദൈവ വിശ്വാസികളുടെ ചിതറിപ്പാർക്കുന്ന ന്യൂനപക്ഷമായ യഹൂദരുടെ ഇടയിലാണ്. യെരുശലേമിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ചില കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ. അതിനെ മറക്കാൻ പര്യാപ്തമായതാണ് അദ്ദേഹത്തിന്റെ ഈ നേർച്ച നിർവഹിക്കലും കർമ്മങ്ങൾ പൂർത്തീകരിക്കലുമൊക്കെ. അവിടെയെങ്ങും പ്രശ്നമുണ്ടായില്ല. 7 ദിവസം പിന്നിട്ടു. എന്നാൽ ഈ സമയത്ത് ആസിയയിൽ നിന്നും ചില ആളുകൾ അവിടെ എത്തി. ചില യഹൂദന്മാർ ദേവാലയത്തിൽ വന്നു. അവർ പൗലോസിനെ കണ്ടു. പെട്ടെന്ന് ഇതിനെ തിരിച്ചറിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം പൗലോസിനെ കുറിച്ച് കേട്ടറിവല്ല ഉള്ളത്. കാരണം അവരുടെ നാടുകളിൽ ഇദ്ദേഹം ശക്തമായി തന്നെ ക്രിസ്തീയ പുതിയ നിയമം പ്രചരിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇദ്ദേഹത്തെ കുറിച്ച് തെറ്റിദ്ധാരണയല്ല, അവർ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ദൃക്സാക്ഷികളാണ്. അവർ ചെയ്തത് എന്താണെന്ന് കാണാം. അവർ ജനക്കൂട്ടത്തെ മുഴുവൻ ഇളക്കി പൗലോസിനെ പിടികൂടി. അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ ജനമേ, ഞങ്ങളെ സഹായിപ്പീൻ. നമ്മുടെ ജനങ്ങൾക്കും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരുദ്ധമായി എല്ലായിടത്തും എല്ലാവരെയും പഠിപ്പിക്കുന്നവൻ ഇയാളാണ്.
ഇത് കേട്ട യഹൂദന്മാർ പൗലോസിനെ ദേവാലയത്തിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി അവർ ഉടൻ തന്നെ വാതിലുകൾ അടയ്ക്കുകയും അദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇങ്ങനെ യെരുശലേം നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായെന്ന് റോമൻ സൈന്യാധിപൻ വിവരം അറിഞ്ഞു. റോമൻ പട്ടാളക്കാർ അവിടെ എത്തിയപ്പോൾ അവർ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. റോമക്കാർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകുന്ന വഴിയെല്ലാം യഹൂദന്മാർ വല്ലാതെ അക്രമാസക്തരായി. അതുകൊണ്ട് പട്ടാളക്കാർക്ക് പൗലോസിനെ എടുത്തുകൊണ്ടു പോകേണ്ടി വന്നു. ഈ സമയമെല്ലാം ജനങ്ങൾ അവനെ കൊന്നുകളയുക എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നേർച്ചക്കാരായ 4 ആളുകളോടൊപ്പമാണ് പൗലോസ് ദേവാലയത്തിൽ പ്രവേശിച്ചത്. ഈ 4 ആളുകൾക്കെതിരായിക്കൊണ്ട് യഹൂദന്മാർക്ക് യാതൊരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് കൂടെ നിന്ന പൗലോസിനെയാണ് അവർ പൊക്കിക്കൊണ്ടു പോകുന്നത്. ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ടാണ് യെരുശലേമിലുള്ള ക്രിസ്തുസഭ പ്രബോധനം ചെയ്തതെങ്കിൽ ഈ 4 നേർച്ചക്കാർക്കും ഇതേ ദുര്യോഗം തന്നെയാണ് വരേണ്ടത്. അങ്ങനെയൊന്നും നമ്മളവിടെ കാണുന്നില്ല. മാത്രമല്ല, യെരുശലേമിലെ അപ്പോസ്തലന്മാർ അവിടെ സുവിശേഷ പ്രബോധനം നടത്തുന്ന സമയത്ത് ഇവരെ കൊണ്ട് അസഹ്യമായ ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷവും ബുദ്ധിമുട്ടുണ്ടായപ്പോഴും അവിടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പൊതുജനത്തെ ഭയന്ന് അവരെ പിടിക്കാൻ യഹൂദ നേതൃത്വം ഭയപ്പെട്ടു. മാത്രമല്ല, പിടിച്ചപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്: മറ്റൊരു കുറ്റവും കാണാഞ്ഞതിനാൽ അവരെ വെറുതെ വിട്ടു. എന്നാൽ പൗലോസിന്റെ കാര്യം ഇങ്ങനെയല്ല. പൗലോസിനെ കുറിച്ച് കേട്ടത് ചില ദുരാരോപണങ്ങൾ മാത്രമല്ല, വളരെ വ്യക്തമായ തെളിവോടുകൂടിയാണ് അവർ കൈകാര്യം ചെയ്തത്. ആർക്കും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുകയും അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് വെളിയിലേക്ക് പോവുകയും പിന്നീട് റോമക്കാരുടെ കയ്യിൽ അദ്ദേഹം അകപ്പെടുകയും ചെയ്തു. ഇങ്ങനെ റോമാക്കാരുടെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും ഇദ്ദേഹം 4 ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. ആ ലേഖനങ്ങളിലും യാതൊരു മനപരിവർത്തനത്തിനും വിധേയനാകാത്ത പൗലോസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് മോശേക ന്യായപ്രമാണം കാലഹരണപ്പെട്ടുവെന്നും അതാരും അനുസരിക്കരുതെന്നും ആ വിധം പ്രബോധനം ചെയ്യുന്നവരെ നമ്മുടെ സഭകളിൽ കേട്ടരുതെന്നും യഹൂദേതര സഭ ഇദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനി സഭകളിലേക്ക് എഴുതിയ ഈ ലേഖനങ്ങൾ വ്യക്തമാക്കുന്നു. പലതരം സ്വഭാവ മാറ്റങ്ങൾക്ക് പൗലോസ് വിധേയനാകുന്നത് കാണാം. യെരുശലേമിലെത്തുമ്പോൾ ന്യായപ്രമാണം അനുസരിക്കുക, യെരുശലേമിന് ദൂരെയായിരിക്കുക ന്യായപ്രമാണത്തിന് വിരുദ്ധം പറയുക, പിന്നീട് അതിന്റെ ആരോപണം വരുമ്പോൾ അത് മാറ്റി പറയുക, പിന്നീട് കാരാഗ്രഹത്തിലായിരിക്കെ അതിന് വിരുദ്ധമായി മറ്റുള്ളവരെ എഴുതി അറിയിക്കുക തുടങ്ങി ധാരാളം വ്യത്യാസങ്ങൾ പൗലോസിന്റെ പ്രവർത്തനത്തിൽ കാണുന്നു. ഇവിടെ വെളിപാടുകൾ ഉപേക്ഷിക്കുന്ന രീതിയിലാണ് പൗലോസിന്റെ ഓരോ കാര്യങ്ങളും. പൗലോസ് തന്നെ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്: ഞാൻ ന്യായപ്രമാണമുള്ള സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ന്യായപ്രമാണം ഉള്ളവനെ പോലെ ജീവിക്കും, ഞാൻ ന്യായപ്രമാണം ഇല്ലാത്ത സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ന്യായപ്രമാണം ഇല്ലാത്ത ഒരുവനെ പോലെയും ജീവിക്കും. ചുരുക്കത്തിൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം ഉപേക്ഷിച്ച് കളയുന്നതിന് വേണ്ടി അദ്ദേഹം രൂപപ്പെടുത്തിയ പുതിയ നിയമം അഥവാ ക്രിസ്തു സകല മനുഷ്യരുടെയും പാപമേറ്റെടുത്തുകൊണ്ട് മരിച്ചു എന്ന ആ തത്വം അദ്ദേഹത്തിന് അത്രത്തോളം സാരമുള്ള കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അപ്പോസ്തല കാലഘട്ടം കഴിയുന്നു. പൗലോസ് ഇതിനുശേഷം 2 വർഷം ജയിലിൽ കടന്നതായും പിന്നീട് അവിടെ വെച്ച് വധിക്കപ്പെട്ടതായും, അങ്ങനെയല്ല അദ്ദേഹത്തെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടതിന് ശേഷം മറ്റൊരു കാരണത്തിലാണ് അദ്ദേഹം വധിക്കപ്പെട്ടതെന്നും ക്രൈസ്തവ പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും പൗലോസിന്റെ ഏറ്റവും അവസാനത്തെ യെരുശലേം സന്ദർശനമായിരുന്നു ഇതെന്നുള്ള വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇപ്പോൾ നമ്മൾ കേട്ട അപ്പോസ്തല ചരിത്ര കാലഘട്ടം വ്യക്തമാക്കിയത് പൗലോസിന്റെ പ്രവർത്തനവും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനവും 2 ആയിരുന്നു, 2 പേരുടെയും സുവിശേഷം 2 ആയിരുന്നു എന്നാണ്. ഇവർ തമ്മിൽ നടത്തിയ ചില പോരാട്ടങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ബൈബിൾ പുതിയ നിയമഭാഗത്തിലെ 9ാമത്തെ പുസ്തകമായ ഗലാത്യ ലേഖനം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നത് പൗലോസാണ്. ഇത് എഴുതുവാനുള്ളൊരു കാരണമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവരെ വിട്ട് നിങ്ങൾ ഇത്ര വേഗം മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിയത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കുവാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, തൻ്റേതല്ലാത്ത മറ്റൊരു സുവിശേഷമുണ്ട്, മറ്റൊരു സുവിശേഷകരുണ്ട്. മാത്രമല്ല, അവർ അദ്ദേഹത്തിന്റെ സഭയിലെത്തി പുതിയ സുവിശേഷം അറിയിക്കുകയും അവർ ഇപ്പോൾ പുതിയ ആ സുവിശേഷത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഗലാത്യ ലേഖനം ആരംഭിക്കുന്ന പൗലോസ് ശ്ലീഹ ഗലാത്യ ലേഖനത്തിലെ മൊത്തം അടങ്ങിയിട്ടുള്ള 6 അധ്യായങ്ങളും 140 വാക്യങ്ങളിലും ഈ കാതലായ വിഷയത്തിൽ നിന്ന് ഒരു വരി പോലും മാറി ഒന്നും എഴുതിയിട്ടില്ല. എന്നാൽ ഇത്രയും കാച്ചിക്കുറുക്കി എഴുതിയ ഈ ലേഖനത്തിൽ സുദീർഘമായി കൊണ്ട് അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച ദർശനവും അദ്ദേഹം അതിനുശേഷം അപ്പോസ്തലന്മാരോട് സ്വീകരിച്ച നിലപാടുകളും
യെരുശലേമിൽ ഏതൊക്കെ സമയങ്ങളിൽ പോയിട്ടുണ്ട് എന്നും പിന്നീട് യെരുശലേമിൽ നടന്ന മോശെയുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും എല്ലാം വിശദീകരിച്ചതിന് ശേഷം ഏറ്റവും അവസാനമായി പത്രോസ് അന്ത്യോക്യയിൽ വന്നുണ്ടായ പ്രശ്നങ്ങളും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഗലാത്യ ലേഖനം പഠിക്കുന്ന ഏവർക്കും അറിയാം, അവർ മാറിയിരിക്കുന്ന സുവിശേഷം ഏതാണ്? അവർ ഒരിക്കലും യേശുവിനെ നിഷേധിച്ചിട്ടില്ല. അവർ യേശുവിനെ മശീഹ അല്ല എന്നവർ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അവർ യേശുവിനെ ക്രിസ്തുവായി അംഗീകരിക്കുന്നതോടൊപ്പം അവർ മോശെയുടെ ന്യായപ്രമാണത്തെയും കൂടെ നിത്യജീവന മാർഗമായി അവർ അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അവരുടെ പുതിയ സുവിശേഷം. ഇതിനെ വിമർശിച്ചുകൊണ്ട് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വരുന്നുണ്ട്. ഇങ്ങനെ എഴുതി വന്നതിന് ശേഷം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം മോശെയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക കാലത്തേക്ക് മാത്രമുള്ള ഒരു പദ്ധതിയാണ്. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ധാരാളം വസ്തുവകകളുള്ള സമ്പന്നനായ ഒരു മനുഷ്യന്റെ മകനായ ബാലൻ. ഈ കുഞ്ഞ് ധാരാളം സ്വത്തുക്കളുടെ അവകാശിയാണെങ്കിൽ പോലും പിതാവ് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യസ്ഥന്റെ കീഴിലാണ് ജീവിക്കുന്നത്. ഈ മകന് സ്വാതന്ത്ര്യമില്ല. ഈ മകൻ എന്ത് ചെയ്യണമെങ്കിലും ഈ കാര്യസ്ഥനോട് ചോദിച്ചിട്ടല്ലാതെ ചെയ്യാൻ കഴിയുകയില്ല. ഇതേപോലെ മനുഷ്യന്റെ ശൈശവ കാലഘട്ടത്തിൽ മനുഷ്യൻ മോശെയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ അടിമകളെ പോലെ ജീവിച്ചു. അതായത് സ്വന്തമായി ഇഷ്ടങ്ങളൊന്നും ചെയ്യുവാൻ കഴിയാതെ ന്യായപ്രമാണം പറയുന്നത് കേട്ട് ജീവിക്കേണ്ടതായി വന്നു. കാലസമ്പൂർണതയിൽ ദൈവം നിശ്ചയിച്ച ആ സമയത്ത് യേശുക്രിസ്തു വരികയും അദ്ദേഹം ന്യായപ്രമാണത്തിൽ നിന്ന് മനുഷ്യരെ മോചിതരാക്കുകയും ചെയ്തു. ഇനി അങ്ങനെ ഈ ബാലൻ കാര്യസ്ഥന്റെ അധീനതയിൽ നിന്നും പ്രായപൂർത്തിയാകുമ്പോൾ വിടുതൽ ലഭിക്കുന്നത് പോലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി മോശെയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. ഈ ബാലന്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ആ ബാലൻ അവകാശിയെങ്കിലും അവൻ അടിമ പ്രകൃതിയിലുള്ള മകനാണ്, അഥവാ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തവനാണ്. എന്നാൽ പിന്നീട് പ്രായപൂർത്തി എത്തുന്നതോടുകൂടി ഈ മനുഷ്യൻ സ്വതന്ത്രനായി തീരുന്നു എന്നും, അതേപോലെ യേശുവിന്റെ വരവോടുകൂടി ന്യായപ്രമാണം ഉപേക്ഷിച്ച ആളുകൾ സ്വതന്ത്രരായി തീരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. നമ്മൾ ചിന്തിച്ചു നോക്കുക, മോശെയുടെ ന്യായപ്രമാണം പിൻപറ്റി ജീവിച്ച ക്രിസ്തുസഭ എങ്ങനെയുള്ള ആളുകളാണ്? പത്രോസ് പറഞ്ഞതുപോലെ മോശെയുടെ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് നിർബന്ധിക്കുന്ന ആളുകളുടെ സുവിശേഷം എങ്ങനെയുള്ളതാണ്? അവർ ദൈവത്തിന്റെ മക്കൾ അഥവാ ദൈവത്തെ അനുസരിക്കുന്നവരാണെങ്കിലും അവർ എന്ത് ചെയ്യുന്നു? അവർ അടിമ പ്രകൃതിയിലുള്ള മക്കളാണ്. നേരെ മറിച്ച് ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച പൗലോസിന്റെ ആളുകൾ സ്വതന്ത്ര പ്രകൃതിയിലുള്ള മക്കളാണ്. ഇതിനുശേഷം അദ്ദേഹം ഒരു സുന്ദരമായ ഒരു ഉപമ പറയുന്നുണ്ട്. ക്രിസ്തു സഭയിലുള്ള അംഗങ്ങൾ അടിമകളും തൻ്റെത് സ്വതന്ത്രമാണെന്ന് പറഞ്ഞ അദ്ദേഹം സ്വാഭാവികമായും ഇങ്ങനെയുള്ള മക്കളെ ജനിപ്പിക്കുന്ന അടിമ മക്കളെ ജനിപ്പിക്കുന്ന ആ സഭയ്ക്കും അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ഇച്ഛിക്കുന്നവരെ പറയുവീൻ, നിങ്ങൾ ന്യായപ്രമാണം ശ്രദ്ധിക്കുന്നില്ലയോ? അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു പുത്രൻ അടിമ, മറ്റൊരു പുത്രൻ സ്വതന്ത്ര. അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, അതായത് അബ്രഹാം പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നുവെന്നും അതിലൊരു പുത്രൻ അടിമ സ്ത്രീയായ ഹാഗാറിൽ നിന്ന് ജനിച്ചവനാണെന്നും മറ്റൊന്ന് സ്വതന്ത്ര സ്ത്രീയായ സാറയിൽ നിന്ന് ജനിച്ചവനാണെന്നും ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് അബ്രഹാം പിതാവിന്റെ ചരിത്രം പറയുന്നതിന് വേണ്ടിയല്ല. നേരെ മറിച്ച് അദ്ദേഹം അടിവരയിട്ട് പറയുന്ന കാര്യം ഇതാണ്: ഈ 2 സ്ത്രീകൾ 2 നിയമങ്ങൾക്ക് സാദൃശ്യമത്രേ. ഏതാണ് 2 നിയമം? ഇദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞു വന്നിരിക്കുന്ന ഈ നിയമം ഏതാണ്? ഒന്ന്, അടിമ പ്രകൃതിയിൽ മനുഷ്യരെ ആക്കുന്ന മോശെയുടെ ന്യായപ്രമാണത്തിന്റെ അവസ്ഥ. മറ്റൊന്ന്, അത് ഉപേക്ഷിക്കുന്ന ഇദ്ദേഹത്തിന് സുവിശേഷക്കാരുടെ അവസ്ഥ. ഈ 2 സ്ത്രീകൾ 2 സാദൃശ്യങ്ങളാണ്, 2 നിയമങ്ങൾക്ക് സാദൃശ്യമാണ്. ഒന്ന്, സീനായി മലയിൽ, അതായത് മോശെയ്ക്ക് ന്യായപ്രമാണം ലഭിച്ച തൂര് സീനാ പർവ്വതം, അതിനെ ആ ദേശത്തെ സൂചിപ്പിക്കുന്നു. അന്നത്തെ ഹാഗാർ ഇന്നത്തെ യെരുശലേമിന് സമം. അതായത് അന്നത്തെ ഹാഗാർ എന്ന് പറയുന്നത് അടിമസ്ത്രീയെ പോലുള്ള അടിമസ്ത്രീയായ ഹാഗാറിനെ പോലെയാണ് ഇന്ന് യെരുശലേമിലെ സഭ. എന്നാൽ മീതെയുള്ള യെരുശലേമോ നമ്മുടെ അമ്മ സ്വതന്ത്ര. ഇവിടെ ഇദ്ദേഹം വിശദീകരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക. ഹാഗാർ അടിമ മകനെ പ്രസവിച്ചതുപോലെ യെരുശലേമിലുള്ള ക്രിസ്തുസഭ എന്തു ചെയ്യുന്നു? അടിമ പ്രകൃതിയിലുള്ള മക്കളെയല്ലോ അവൾ പ്രസവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ മീതെയുള്ള യെരുശലേം, അതായത് ദൈവം പുതുതായി തിരഞ്ഞെടുത്ത പൗലോസിന്റെ സഭ എന്ന് പറയുന്നത് നമ്മുടെ അമ്മ സ്വതന്ത്ര, അതായത് സാറാ ബീവിയെ പോലെയാണ്, സ്വതന്ത്രയാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പിന്നീട് ആവർത്തിക്കുന്നത് ഇതാണ്:
അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. അതായത് ബൈബിൾ കഥകളിൽ ഇങ്ങനെ കാണാം, ബാലനായിരുന്ന ഇസ്മായേൽ ഇസ്ഹാക്കിനെ ഉപദ്രവിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ ദൈവം തെരഞ്ഞെടുത്ത പൗലോസിന്റെ ആളുകളെ ഇസ്മായേലിന്റെ പ്രകൃതിയിലുള്ള അടിമ പ്രകൃതിയിലുള്ള ക്രിസ്തു സഭക്കാർ ഉപദ്രവിക്കുന്നു. അതായത് അന്ന് ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ഇനി എന്താണ് അതിനൊരു പരിഹാരം? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതും പൗലോസിന്റെ കയ്യിലുണ്ട്. പൗലോസ് അത് വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ തുടർഭാഗങ്ങൾ ഇങ്ങനെ കാണാം. അതിനാൽ തിരുവെഴുത്ത് എന്ത് പറയുന്നു? അടിമയും അവളുടെ മകനെ പുറത്താക്കുക. എന്തെന്നാൽ അടിമയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടൊപ്പം അവകാശിയാവുകയില്ല. അബ്രഹാം പിതാവിന്റെ കഥ എടുത്തുദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇതാണ്: അന്ന് അടിമസ്ത്രീയെ ഹാഗാറിനെ മകനെയും അബ്രഹാമിന്റെ നാട്ടിൽ നിന്നും ഒഴിവാക്കി മരുഭൂമിയിലേക്ക് അയച്ചതുപോലെ എന്ത് ചെയ്യണം? യഥാർത്ഥ ക്രിസ്തു സഭക്കാരെ എന്ത് ചെയ്യണം? നമ്മളിൽ നിന്നും പുറത്താക്കണം. അവരെ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ ഇരുത്താൻ അവർ യോഗ്യരല്ല എന്ന് അദ്ദേഹം പറയുക. യഥാർത്ഥത്തിൽ യഥാർത്ഥ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പൗലോസ് പുറത്താക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഗലാത്യ ലേഖനത്തിൽ ഈ വിശദീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇദ്ദേഹം എഴുതി തീരുമ്പോഴും ഇദ്ദേഹം പറയുന്നുണ്ട്, തന്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഈ ലേഖനത്തിന്റെ അവസാനം അദ്ദേഹം ആശംസ അർപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾക്ക് മാത്രമാണെന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന മറ്റൊരു സുവിശേഷക്കാർ എന്നത് യെരുശലേമിലുള്ള മോശേകനായ പ്രമാണം പിൻപറ്റുന്ന അപ്പോസ്തലന്മാരുടെ കീഴിൽ നിന്നുകൊണ്ട് സുവിശേഷം പഠിക്കുന്ന ആ യഥാർത്ഥ ക്രിസ്തു മാർഗികളെയാണ് എന്നും ആ കൂട്ടരെ തന്റെ സഭകളിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ പൗലോസ് കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതും പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. പൗലോസ് ഗ്രീസിലെ പ്രമുഖ പട്ടണമായ കോരിന്ത്യയിൽ സ്ഥാപിച്ച യഹൂദേതര വിശ്വാസികളുടെ സഭയിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായി നമുക്ക് കാണാവുന്നതാണ്. ഇവർക്ക് ദിശാബോധം നൽകുന്നതിന് പൗലോസ് എഴുതിയ 2 ലേഖനങ്ങൾ ബൈബിൾ പുതിയ നിയമഭാഗത്തിലെ 7ഉം 8ഉം പുസ്തകങ്ങളായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇവിടെ പൗലോസ് താൻ പ്രചരിപ്പിച്ച സുവിശേഷമല്ലാത്ത ഒരു പുതിയൊരു സുവിശേഷത്തെക്കുറിച്ച്, കൊരിന്ത്യരുടെ ഇടയിൽ പ്രചരിക്കുന്ന പുതിയൊരു സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ പ്രാപിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സുവിശേഷം സ്വീകരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കുന്നു. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. അദ്ദേഹം പഠിപ്പിച്ച യേശുവല്ല, അദ്ദേഹം പഠിപ്പിച്ച സുവിശേഷവുമല്ല, അദ്ദേഹത്തിന്റെ സുവിശേഷം വഴി ലഭിക്കുന്ന പരിശുദ്ധാത്മാവുമല്ലാത്ത ഈ പ്രധാനപ്പെട്ട ക്രിസ്തുമാർഗത്തിലെ 3 കാര്യങ്ങൾ അവിടെ പ്രചരിച്ചിരിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം പറയുന്നു, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ താരതമ്യം ചെയ്യുന്നത് ആരുമായിട്ടാണെന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ള സുവിശേഷകർ കോരിന്ത്യയിലെത്തുകയും അവർ തങ്ങളെ തന്നെ പുകഴ്ത്തി പറയുകയും ചെയ്തതിനെ പറ്റി പൗലോസ് ലേഖ പറയുന്നത് ഇപ്രകാരമാണ്: ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടുമെന്നൊരു ഭോഷനെ പോലെ ഞാൻ പറയുന്നു. അവർ എബ്രായരോ ഞാനും അതെ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ, അവർ ഇസ്രായേലിയരോ ഞാനും അതെ, അവർ യേശുവിന്റെ ശുശ്രൂഷകരോ ഒരു ഭ്രാന്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ടവനാണ്. ഇവിടെ പൗലോസ് ലീഹ അവർ ആത്മപ്രശംസ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരുടെ യോഗ്യതകളായി അവർ പുകഴ്ത്തി പറയുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വിഭാഗം ഏതാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. പൗലോസിന്റെ സമകാലികരായിട്ടുള്ള ആ അബ്രഹാമിന്റെ സന്തതികൾ, ആ ഇസ്രായേലിയർ, അതേപോലെ തന്നെ എബ്രായർ, അതുമാത്രമല്ല അവർ യേശുവിന്റെ ശുശ്രൂഷകരുമാണ്. ഇങ്ങനെയുള്ളവർ ആരാണ്? ഇത് യെരുശലേമുള്ള അപ്പോസ്തലന്മാരല്ലാതെ മറ്റാരുമല്ല എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അതായത് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഞാൻ ഭോഷനായി തീർന്നു, നിങ്ങളാകുന്നു അതിന് കാരണക്കാർ, നിങ്ങൾ എന്നെ പുകഴ്ത്തേണ്ടതായിരുന്നു, ഞാൻ നിസ്സാരനാണെങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. ഇദ്ദേഹം അവിടെ കൊരിന്ത്യരോട് പറയുന്നത്, നിങ്ങളുടെ അടുക്കൽ പുതിയ സുവിശേഷമായി നിങ്ങളുടെ അടുക്കലെത്തിയ ആളുകൾ അവർ അവരുടെ നേതാക്കളായ അപ്പോസ്തലന്മാരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങളും എന്നെ കുറിച്ച് പുകഴ്ത്തി പറയേണ്ടവരായിരുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത കാരണമായി എനിക്ക് സ്വയമായി പുകഴ്ത്തി പറയേണ്ടതായി വന്നിരിക്കുന്നു. ഞാൻ എന്നാൽ അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞ ആളല്ല. ഇങ്ങനെ പൗലോസ് ലീഹ പറയാൻ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? നമുക്കറിയാം, യേശുവിന് ശേഷം ധാരാളം ആളുകൾ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിലൂടെ ക്രിസ്തുമാർഗത്തിലേക്ക് വന്നതായി നമ്മൾ മനസ്സിലാക്കി. ഈ വന്നവരെല്ലാം തന്നെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് അവരുടെ ഉപദേശം സ്വീകരിക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
എന്നാൽ പൗലോസ്ലീഹ പറയുന്നു, എനിക്ക് അവരിൽ നിന്ന് സുവിശേഷം പഠിക്കേണ്ടതില്ല, എനിക്ക് അവരിൽ നിന്നും ഗ്രഹിക്കേണ്ടതില്ല, മാത്രമല്ല ഞാൻ യെരുശലേമിൽ പോവുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നതിന് അദ്ദേഹത്തിനുള്ള ന്യായം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിന്റെ ദർശനത്തിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടക്കട്ടെ. 14 കൊല്ലം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിവില്ല, അത് ദൈവത്തിനെ അറിയുകയുള്ളൂ. ഈ മനുഷ്യൻ പർദീസയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിവില്ല, ഇതും ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, അതായത് അപ്പോസ്തലന്മാർക്ക് ഭൂമിയിൽ വെച്ചിട്ടാണ് യേശുവുമായി ബന്ധമെങ്കിൽ പൗലോസിനെ എന്ത് ചെയ്തിരിക്കുന്നു? കർത്താവ് 3-ാം സ്വർഗത്തോളം ഉയർത്തിയിരിക്കുന്നു. എന്നിട്ടോ പർദീസയിൽ കൊണ്ടിരുത്തി അവാച്യമായും വിവരിച്ചു കൂടാനാവാത്തതുമായ രീതിയിലുള്ള വെളിപാടുകൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയും ഇദ്ദേഹം തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ അമാനുഷിക സംഭവങ്ങൾക്കും അധികമായ വെളിപാടുകൾക്കും ഞാൻ വിധേയനാകുന്നത് കാരണം എന്നിൽ നിഗളം അഹങ്കാരം ഉണ്ടാകാതിരിക്കുന്നതിന് എനിക്ക് ഒരു കൂട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: വെളിപാടുകൾ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ഒരു ദൂതൻ. അതെന്നെ വിട്ടുപോകുന്നതിന് വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്, തനിക്ക് നിഗളം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടുണ്ട്, അത് പിശാചിന്റെ ഒരു ദൂതനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ പിശാചിന്റെ ദൂതന്റെ കൂട്ടുമായി പൗലോസ്ലീഹ ഈ വെളിപാടുകളെല്ലാം സ്വീകരിച്ച് ഭൂമിയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ വെളിപാടുകളെ മുഴുവൻ അപ്പോസ്തലന്മാരുടെ അനുയായികൾ എതിർത്തതായും അപ്പോസ്തലന്മാർ വിലക്കിയതായുമാണ്. ഇനി മാത്രമല്ല, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന ചില വേറൊരു വിഷയം കൂടെ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നു, ഞങ്ങളോ അളവിനപ്പുറം പ്രശംസിക്കുന്നില്ല. ദൈവം അളന്നു തന്ന പരിധിയിൽ ഞങ്ങൾ ഒതുങ്ങി നിൽക്കും, ആ അളവിൽ നിങ്ങളും ഉൾപ്പെടുന്നു. പൗലോസ്ലീഹ പറയുന്നത്, അദ്ദേഹത്തിന് ദൈവം നേരത്തെ അതിര് തിരിച്ചു കൊടുത്തു പോലും. അതായത് വിജാതിയുടെ ഇടയിൽ പോയി പ്രവർത്തിച്ചോളാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിജാതിയുടെ അടുക്കൽ മാത്രമാണ് ഞാൻ ഈ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നത്, ആ പരിധിയിലാണ് കൊരിന്ത്യരും ഉൾപ്പെടുക എന്നാണ്. അങ്ങനെ ഇദ്ദേഹം തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലത്തിൽ അളവില്ലാതെ പ്രശംസിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അതിര് അത്യന്തം വിശാലമാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കും. മറ്റൊരുവന്റെ അതിരിനകത്ത് നടന്ന കാര്യങ്ങളിൽ പ്രശംസിക്കുന്നില്ല. പൗലോസ്ലീഹ പറയുന്നത്, തനിക്ക് ദൈവം അളന്നു തന്ന പരിധിയിൽ, അതായത് യഹൂദരുടെ അടുക്കൽ മാത്രമാണ് താൻ ഒതുങ്ങി നിൽക്കുന്നത്. മറ്റുള്ളവരുടെ അതിരിനകത്ത് നടന്ന കാര്യങ്ങൾ ഇദ്ദേഹം പ്രശംസിക്കുന്നില്ല. പക്ഷേ മറ്റുള്ളവർ എന്ത് ചെയ്യുകയാണ്? അവർ ഇതിന് വിരുദ്ധമായി കൊണ്ട് പൗലോസിന്റെ അതിരിനകത്ത് നടന്ന കാര്യങ്ങളിലും തലയിടുകയും അവരുടെ സുവിശേഷത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അവർ ക്രിസ്തുവിനുള്ളവർ എന്ന് സ്വയം കരുതുന്നത് പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്ന് ധരിക്കട്ടെ. അതായത് അവർ ക്രിസ്തുവിന്റെ ആളുകളെന്ന് അവർ പറയുന്നത് പോലെ ഞങ്ങളെയും കൂടെ ആ വിഷയത്തിലൊന്ന് പരിഗണിക്കണം എന്നൊരു ഒത്തുതീർപ്പ് മാത്രമാണ് പൗലോസ്ലീഹയ്ക്ക് പറയാനുള്ളത്. ഇങ്ങനെയെല്ലാം പൗലോസ്ലീഹ പറയുമ്പോഴും പൗലോസ്ലീഹയെ വിമർശിക്കുന്ന ആ അപ്പോസ്തല അനുയായികൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ഘനഗംഭീരവും കരുത്തുറ്റവയുമാണ്, എന്നാൽ ശാരീരിക സാന്നിധ്യം മതിപ്പ് തോന്നാത്തതും സംസാരം കഴമ്പില്ലാത്തതുമാണ്. അതായത് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വളരെ കട്ടിയുള്ളതായി, അദ്ദേഹം വലിയ തത്വങ്ങളൊക്കെ പറയുന്നതായി നമുക്ക് തോന്നാമെങ്കിലും അദ്ദേഹം നേരിട്ട് വരുമ്പോൾ, അതായത് ഈ ആശയവുമായി നേരിട്ട് സത്യത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ അദ്ദേഹം തീരെ ബലഹീനനായും സംസാരത്തിൽ യാതൊരു കഴമ്പില്ലാത്തവരുമായി ബോധ്യപ്പെടും എന്നുള്ളതാണ് അവരുടെ വീക്ഷണം. ഇതിനെ ശരിവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന യെരുശലേം സന്ദർശനമെന്ന് ഞാൻ മുമ്പ് വിശദീകരിച്ചത് നിങ്ങൾ ഓർക്കുമല്ലോ.